പോരാളികളുടെ രാജ്യമാണ് വിയറ്റ്നാം. ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിന് മുന്നിൽ അടിയറവ് പറഞ്ഞവരിൽ സാക്ഷാൽ അമേരിക്ക വരെ ഉൾപ്പെടും. ആദ്യമേ തന്നെ പറയട്ടെ, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തെയോ സംഘപരിവാർ രാഷ്ട്രീയത്തെയോ കോൺഗ്രസിൻ്റെ കാലഹരണപ്പെട്ട രാഷ്ട്രീയത്തെയോ നിരുപാധികം സമ്മതിച്ചു കൊടുക്കുന്നവരല്ല ഈ ചാനലിൻ്റെ അഡ്മിന്മാർ. കമ്മ്യൂണിസ്റ്റ് ചൈനയെയോ പച്ച പാക്കികളെയോ 100% എതിർക്കുവാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. വിമർശിക്കപ്പെടേണ്ടവ വിമർശിക്കപ്പെടുക തന്നെ വേണം. ഗവൺമെൻറ്റിനെതിരെയുള്ള വിമർശനങ്ങൾ എന്ന് അവസാനിക്കുന്നുവോ അന്നു മുതൽ ആ രാജ്യത്ത് ജനാധിപത്യം ഇല്ലാതാകുന്നു. ഓരോ രാഷ്ട്രീയ പാർട്ടികളെയും പിന്തുണയ്ക്കുന്നത് ഓരോ പൗരന്മാരുടെയും താൽപ്പര്യമാണ്. എന്നാൽ അവരെയെല്ലാം അന്ധമായി വിശ്വസിക്കുക എന്നത് പൗരന്മാരുടെ പോരായ്മ തന്നെയാണ്. നമ്മൾ പറഞ്ഞു വരുന്നത് വിയറ്റ്നാമിനെ കുറിച്ചാണ്. ലോക പോലീസ് എന്ന് ഊറ്റം കൊള്ളുന്ന അമേരിക്കയെയും കമ്മ്യൂണിസ്റ്റ് ചൈനയെയും മുട്ടുകുത്തിച്ച അത്ര വലിയ സൈനിക ശക്തിയൊന്നുമല്ലാത്ത വിയറ്റ്നാം. പിടഞ്ഞു വീണ പതിനായിരങ്ങളുടെ ഓർമ്മകളാണ് ഇന്നും വിയറ്റ്നാമീസ് പോരാളികളുടെ കരുത്ത്. ആവേശപൂർവ്വം അവർ നെഞ്ചിലേറ്റുന്ന നേതാവാകട്ടെ ഹോച്ചിമിനുമാണ്. ജീവിച്ചിരിക്കെ തന്നെ സ്വന്തം ജനതയുടെ ഇതിഹാസ പുരുഷനായ അപൂർവ വ്യക്തിത്വമാണ് ഈ കമ്മ്യൂണിസ്റ്റിൻ്റേത്. ഹോച്ചിമിൻ്റെ ജീവിതം ആധുനിക വിയറ്റ്നാമിൻ്റെ ചരിത്രം കൂടിയാണ് എന്ന് പറയുന്നതാണ് ശരി. വിയറ്റ്നാം എന്ന രാജ്യത്തിൻ്റെ ചരിത്രം ചെറുത്തുനിൽപ്പിൻ്റേതാണെങ്കിൽ അവരുടെ മുൻനിര പടയാളി കൂടിയായിരുന്നു അദ്ദേഹം. പടയോട്ടങ്ങളുടെയും ചെറുത്തുനിൽപ്പിൻ്റെയും തുടർക്കഥയാണ് വിയറ്റ്നാമിനുള്ളത്. അതിജീവനം എങ്ങനെയാണെന്ന് വാക്കുകളിലൂടെ വാചക കസർത്ത് നടത്തിയല്ല, മറിച്ച് പ്രവൃത്തിയിലൂടെയാണ് അത് കാണിക്കേണ്ടത് എന്ന് ഈ കൊച്ചു രാജ്യം കാണിച്ചു തന്നു. 1986 നടപ്പാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഒരു സാമ്പത്തിക ശക്തി എന്ന നിലയിലേക്കാണ് വിയറ്റ്നാമിനെ ഉയർത്തിയിരിക്കുന്നത്. വൻതോതിലുള്ള വിദേശ നിക്ഷേപവും വ്യാവസായിക കാർഷിക മേഖലകളിലെ കുതിച്ചുചാട്ടവും വിയറ്റ്നാമിൻ്റെ മുഖചിത്രമാണ് മാറ്റിയെഴുതിയത്. ലോകത്തെ തന്നെ ഉയർന്ന വളർച്ചാ നിരക്കുള്ള രാജ്യം കൂടിയാണിത് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. 10 കോടിക്കടുത്ത് ജനങ്ങളാണ് നിലവിൽ വിയറ്റ്നാമിലുള്ളത്. കൃത്യമായി പറഞ്ഞാൽ 2019-20 UN കണക്ക് പ്രകാരം 9,73,38,579 ഇവിടുത്തെ ജനസംഖ്യ. മുൻകാല മലയാളികളുടെ ജീവിതത്തെ അനുസ്മരിപ്പിക്കുന്ന കൂട്ടുകുടുംബ വ്യവസ്ഥിതിയാണ് വിയറ്റ്നാം ഇന്നും പിന്തുടരുന്നത് എന്നതാണ് മറ്റൊരു കൗതുകകരമായ കാര്യം. ഇവിടെ സർവ്വ മേഖലകളിലും സ്ത്രീ സാന്നിധ്യവും ശക്തമാണ്. കോവിഡിനെതിരായ ചെറുത്തുനിൽപ്പിൻ്റെ കാര്യത്തിലും ലോകത്തിന് അത്ഭുതമായിരിക്കുകയാണിപ്പോൾ ഈ കൊച്ചു രാജ്യം. ഒരൊറ്റ മരണം പോലും കോവിഡ് ബാധിച്ച് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 2020 ജൂൺ 12 കണക്ക് പ്രകാരം 338 കോവിഡ് കേസുകളാണ് വിയറ്റ്നാമിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. രോഗമുക്തി നേടിയതാകട്ടെ 321 പേരുമാണ്. ചൈനയിൽ നിന്നും ഏറ്റവും വേഗം വൈറസ് ബാധയേൽക്കാൻ സാധ്യതയുള്ള രാജ്യത്താണ് ഈ അതിജീവനം എന്നോർമ്മിക്കണം. ചൈനയുമായി 1100 കിലോമീറ്റർ നീളത്തിലാണ് വിയറ്റ്നാം അതിർത്തി പങ്കിടുന്നത്. ചൈനയിൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത ഉടൻ തന്നെ വൈറസിനെതിരായ യുദ്ധപ്രഖ്യാപനമാണ് വിയറ്റ്നാം നടത്തിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി ന്യൂയൻ ഷുവാങ് ഫുങ് സ്വീകരിച്ച നടപടികൾ എടുത്തു പറയേണ്ടതാണ്. ദീർഘവീക്ഷണത്തോടെയുള്ള നടപടികളായിരുന്നു അത്. മെഡിക്കൽ സംവിധാനങ്ങളുടെ പരിമിതി മറികടക്കാൻ അതിവേഗ പ്രതിരോധമാണ് നടപ്പാക്കിയിരുന്നത്. ക്വാറന്റൈനും ശക്തമായിരുന്നു. രാജ്യത്ത് 10 കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ നഗരങ്ങളിൽ 3 ആഴ്ചയാണ് ക്വാറന്റൈൻ നടപ്പാക്കിയത്. വിയറ്റ്നാം കൈവരിച്ച ഈ നേട്ടം ഒരു യാദർച്ഛികതയല്ല. വളരെ പ്ലാൻ ചെയ്ത് ക്രമാനുഗതമായി നടപ്പിൽ വരുത്തിയ രോഗപ്രതിരോധ പദ്ധതികളുടെ പ്രവർത്തന വിജയമാണിത്. വിയറ്റ്നാമിൽ ആദ്യത്തെ കോവിഡ് കേസ് പ്രത്യക്ഷപ്പെടുന്നത് ഹോച്ചിമിൻ സിറ്റിയിൽ ജനുവരി 23 ലക്ഷക്കണക്കിന് പൗരന്മാരെ ടെസ്റ്റ് ചെയ്ത ദക്ഷിണ കൊറിയൻ നയം പിന്തുടരാനുള്ള സാമ്പത്തികം വിയറ്റ്നാമിന് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ടെസ്റ്റ് കിറ്റുകൾ വിവേചന ബുദ്ധിയാൽ പ്രയോജനപ്പെടുത്തുകയാണ് അവർ ചെയ്തിരുന്നത്. അതോടൊപ്പം കോണ്ടാക്ട് ട്രേസിംഗ്, ക്വാറന്റൈൻ തുടങ്ങിയ പ്രവർത്തനങ്ങളിലേക്ക് പൂർണ്ണ ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്തു. വേണ്ടിടങ്ങളിൽ വളരെ ശക്തമായ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയും അത്രയ്ക്ക് അത്യാവശ്യമില്ല എന്ന് തോന്നിയ ഇടങ്ങളിൽ ഇളവ് നൽകിയും ദൈനംദിനാടിസ്ഥാനത്തിൽ തങ്ങളുടെ ഹോട്ട്സ്പോട്ടുകളെ കൃത്യമായാണ് വിയറ്റ്നാം പരിചരിച്ചിരുന്നത്. ഇക്കാര്യത്തിൽ മുൻകരുതലും കൃത്യതയും പ്രകടമായിരുന്നു. കേസുകൾ വരുന്ന മുറയ്ക്ക് ഗ്രീൻ സ്പോട്ടുകൾ ഹോട്ട്സ്പോട്ടുകളായും രോഗം ഭേദമാകുന്ന മുറയ്ക്ക് തിരിച്ചും മാറിക്കൊണ്ടിരുന്നു. സ്വന്തം നാട്ടുകാരിൽ നിന്നും സഹകരണ മനോഭാവം ഉണ്ടാക്കിയെടുക്കാൻ ഭരണകൂടത്തിന് സാധിച്ചിട്ടുണ്ട്. ഇതാണ് അവരുടെ വിജയത്തെ എളുപ്പമാക്കിയ ഒരു പ്രധാന ഘടകം.
തികച്ചും സുതാര്യവും ആത്മാർത്ഥവുമായ പ്രവർത്തനങ്ങളാണ് വിയറ്റ്നാമിലെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അവർ ജനങ്ങളെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തു. ജനങ്ങൾ തിരിച്ചും ആ കടപ്പാട് കാണിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ഈ കൊച്ചു രാജ്യം ചൈനയുമായി എങ്ങനെയാണ് ഇടപെടാറുള്ളത് എന്ന് നോക്കാം. നമ്മളിപ്പോൾ ചൈനയുമായി ഒരു യുദ്ധഭീതിയിലാണല്ലോ. ചൈനയോട് യുദ്ധം ചെയ്ത കഥ നമുക്കും പറയാനുണ്ട്. എന്നാൽ ഈ കൊച്ചു രാജ്യത്തിൻ്റെ യുദ്ധമൊന്ന് വേറെ തന്നെയാണ്. ചൈനയും വിയറ്റ്നാമും തമ്മിൽ പ്രസിദ്ധമായ ഒരു യുദ്ധം നടന്നിരുന്നു. കൊച്ചു രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുമായിരുന്ന ചൈനയ്ക്ക് പക്ഷേ വിജയം പ്രഖ്യാപിക്കുക എന്നതല്ലാതെ അത് നടത്തി കാണിക്കാൻ കഴിഞ്ഞിരുന്നില്ല. 1979 തുടക്കത്തിൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയും സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാമും തമ്മിൽ നടന്ന അതിർത്തി യുദ്ധമാണത്. മൂന്നാം ഇന്തോ ചൈന യുദ്ധമെന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. വിയറ്റ്നാം 1978 കംബോഡിയയിൽ അധിനിവേശം നടത്തിയതിനെ തുടർന്നാണ് ചൈന വിയറ്റ്നാമിനെ ആക്രമിച്ചത്. വിയറ്റ്നാമിൻ്റെ കംബോഡിയ ആക്രമണം ചൈനയുടെ പിന്തുണയുണ്ടായിരുന്ന ഖമർറൂഷ് ഭരണത്തിന് അവസാനം കുറിച്ചിരുന്നു. ഹെൻറി കിസിഞ്ചറുടെ അഭിപ്രായത്തിൽ സോവിയറ്റ് യൂണിയൻ ദക്ഷിണപൂർവേഷ്യയിൽ വ്യാപിക്കുക എന്ന ലക്ഷ്യത്തോടെ തിന്മയുടെ നീരാളിപ്പിടി മുറുക്കുന്നതിൻ്റെ ശ്രമമായാണ് ഡെങ് സിയാവോപിങ് ഇതിനെ കണ്ടത്. ചൈനയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ബന്ധത്തിലെ വിള്ളലിൻ്റെ സൂചനയായിരുന്നു ഇത്. എന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിലും ചൈനയുടെ ആക്രമണം ദീർഘകാല അടിസ്ഥാനത്തിലുള്ള തന്ത്രപരമായ വിശകലനത്തിൻ്റെ സൂചനയായാണ് ലോകം കണ്ടത്. ചൈനയുടെ സൈനികർ വടക്കൻ വിയറ്റ്നാമിൽ പ്രവേശിക്കുകയും അതിർത്തിക്കടുത്തുള്ള പല പട്ടണങ്ങളും പിടിച്ചെടുക്കുകയും ചെയ്തു. 1979 മാർച്ച് 6 ഹനോയിലേക്കുള്ള കവാടം തുറന്നു കിടക്കുകയാണെന്നും ശിക്ഷിക്കാനായി ഉദ്ദേശിച്ചുള്ള തങ്ങളുടെ ശ്രമം വിജയം കണ്ടുവെന്നും പ്രഖ്യാപിക്കുകയും ചൈന സേനയെ വിയറ്റ്നാമിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തു. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തെ ഇന്തോ ചൈന യുദ്ധത്തിൽ ചൈനയും വിയറ്റ്നാമും ഒരുമിച്ച് വിജയം അവകാശപ്പെട്ടു. വിയറ്റ്നാം സൈനികർ 1989 വരെ കംബോഡിയയിൽ തുടർന്നു. വിയറ്റ്നാമിനെ കംബോഡിയയിൽ നിന്ന് പിൻവലിക്കുന്നതിൽ വിജയിച്ചില്ലെങ്കിലും ചൈനയ്ക്ക് തങ്ങളുടെ എതിരാളിയായിരുന്ന സോവിയറ്റ് യൂണിയന് വിയറ്റ്നാമിനെ സംരക്ഷിക്കാനായില്ല എന്ന് തെളിയിക്കാൻ സാധിച്ചു. സോവിയറ്റ് യൂണിയനും ചൈനയും തമ്മിലുള്ള ബന്ധം വഷളായതിനെ തുടർന്ന് 15 ലക്ഷം ചൈനീസ് സൈനികർ സോവിയറ്റ് അതിർത്തിയിൽ ഒരു യുദ്ധസന്നദ്ധരായി ഈ സമയത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അതിർത്തിയിലെ സംഘർഷം 1980-കൾ മുഴുവൻ തുടർന്നു. 1984 ഏപ്രിലിൽ കാര്യമായ ഒരു സംഘർഷമുണ്ടായിരുന്നു. 1988 നാവിക സംഘർഷം എടുത്തു പറയാവുന്ന ഒന്നാണ്. സ്പാർട്ട്ലി ദ്വീപുകൾ സംബന്ധിച്ചതായിരുന്നു ഇത്. ജോൺസൺ സൗത്ത് റീഫ് സ്ക്രിമ്മിഷ് എന്നാണ് ഇതറിയപ്പെടുന്നത്. വർഷങ്ങളോളം എടുത്ത ചർച്ചയ്ക്ക് ശേഷം 1999 ചൈനയും വിയറ്റ്നാമും ഒരു അതിർത്തി കരാറിലേർപ്പെട്ടു. യുദ്ധത്തിൽ തങ്ങൾക്ക് നഷ്ടപ്പെട്ട കരഭൂമി വിയറ്റ്നാം ചൈനയ്ക്ക് നൽകി. കാലങ്ങളായി ചൈനയും വിയറ്റ്നാമും തമ്മിൽ അതിർത്തിയായി കണക്കാക്കിയിരുന്ന ഐനാങ് ക്വാൻ ഗേറ്റ് ചൈനയ്ക്ക് നൽകിയത് വിയറ്റ്നാമിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കി. പാരാസെൽ ദ്വീപുകളും സ്പോർട്ട്ലി ദ്വീപുകളും ഇപ്പോഴും തർക്കത്തിലാണ്. വിയറ്റ്നാമിൻ്റെ ചെറുത്തുനിൽപ്പിൻ്റെ ചരിത്രം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 2500-ലധികം വർഷത്തെ ചരിത്രമുണ്ട് ഈ വിയറ്റ്നാം ജനതയ്ക്ക്. ഒട്ടേറെ രാജവംശങ്ങൾ ഇവിടെ ഭരണം നടത്തിയിട്ടുണ്ട്. BC 111 ചൈനയിലെ ഹാൻ രാജവംശം വിയറ്റ്നാമിൽ പ്രവേശിച്ചു. പിന്നീട് പലതവണ ചൈനയിലെ വിവിധ രാജവംശങ്ങൾ വിയറ്റ്നാമിനെ ആക്രമിച്ച് തങ്ങളോട് കൂട്ടിച്ചേർത്തു. നൂറ്റാണ്ടുകൾ നീണ്ട ചൈനീസ് വാഴ്ചയിൽ നിന്ന് AD 939 വിയറ്റ്നാം മോചിതമായി. വടക്കൻ വിയറ്റ്നാമിലെ ബാങ്ദാൻ നദിയുടെ തീരത്ത് നടന്ന യുദ്ധത്തിൽ എൻഗോ ക്വിയൻ എന്ന പ്രഭുവാണ് ചൈനയെ തോൽപ്പിച്ചത്. പിന്നീട് ഒട്ടേറെ വംശങ്ങളുടെ ഭരണത്തിലൂടെ വിയറ്റ്നാം കടന്നുപോയി. 13-ാം നൂറ്റാണ്ടിൽ മംഗോളിയക്കാർ ആക്രമിച്ചു. ദായ് വിയറ്റ് എന്നായിരുന്നു വിയറ്റ്നാമിൻ്റെ അന്നത്തെ പേര്. 3 മംഗോളിയൻ ആക്രമണത്തെ വിയറ്റ്നാം ചെറുത്തുനിന്നു. 15-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ചൈനയിലെ മിങ് രാജവംശം വിയറ്റ്നാമിൽ ആധിപത്യം സ്ഥാപിച്ചു. എന്നാൽ വർഷങ്ങൾ നീണ്ട ഒളിപ്പോരിലൂടെ വിയറ്റ്നാം അവരെയും പുറത്താക്കി. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്യന്മാർ വ്യാപാര ലക്ഷ്യവുമായി വിയറ്റ്നാമിലെത്തുമ്പോൾ അധികാരത്തിനു വേണ്ടി പരസ്പരം പൊരുതുന്ന യുദ്ധപ്രഭുക്കന്മാരുടെ നാടായിരുന്നു വിയറ്റ്നാം. ഇന്ത്യയെപ്പോലെ തന്നെ 1802 എൻഗുയൻ അഞ്ച് തൻ്റെ ആഭ്യന്തര യുദ്ധവിജയത്തിലൂടെ ഏകീകൃത വിയറ്റ്നാം രൂപപ്പെടുത്തി. ഗിയാലോങ് എന്ന പേര് സ്വീകരിച്ചാണ് അദ്ദേഹം അധികാരത്തിലേറിയത്. എൻഗുയൻ രാജവംശത്തിൻ്റെ ഭരണം 1945 ബാവോദായ് സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുന്നതുവരെ തുടർന്നു. നമുക്കിടയിൽ വിയറ്റ്നാം എന്നറിയപ്പെടുന്ന രാജ്യം വിയറ്റ്നാം എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയതും ഗിയാലോങ്ങിൻ്റെ ഭരണകാലം മുതലാണ്.
മതപരിവർത്തനം എന്ന ലക്ഷ്യവുമായി വിയറ്റ്നാമിൽ ആദ്യം എത്തിച്ചേർന്നത് പോർച്ചുഗീസ് ക്രിസ്തുമത പ്രവാചകരാണ്. 17-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അലക്സാന്ദ്രെ റോഡ്സ് എന്ന ഫ്രഞ്ച് പുരോഹിതൻ എത്തി വിയറ്റ്നാംകാരെ കത്തോലിക്ക വിശ്വാസികളാക്കാൻ ശ്രമം തുടങ്ങി. എന്നാൽ പിയർ ജോസഫ് പിംഗോ എന്ന പുരോഹിതനാണ് ഫ്രഞ്ച് കോളനി വാഴ്ചയ്ക്ക് തറക്കല്ലിട്ടത്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം എൻഗുയൻ അഞ്ഞും എൻഗുയൻ ഹ്യൂമും തമ്മിൽ നടന്നുകൊണ്ടിരുന്ന കിടമത്സരത്തിൽ ആ പുരോഹിതൻ ഇടപെട്ടു. എൻഗുയൻ അഞ്ഞിന് ഫ്രഞ്ച് സൈനിക സഹായം നൽകാമെന്ന് പിംഗോ സമ്മതിച്ചു. അദ്ദേഹത്തിൻ്റെ ഇളയ മകനുമായി പിംഗോ ഫ്രാൻസിലേക്ക് പോയി. ലൂയി 16-മനായിരുന്നു അന്ന് ഫ്രഞ്ച് ചക്രവർത്തി. വിയറ്റ്നാമിൽ ക്രിസ്തുമത പ്രചാരത്തിന് സഹായിക്കുന്നതിൽ പ്രതിഫലമായി സൈനിക സഹായം നൽകാമെന്ന കരാറുണ്ടാക്കുന്നതിൽ പിംഗോ വിജയിച്ചു. എന്നാൽ ഈ സമയത്ത് ഫ്രഞ്ച് വിപ്ലവം ഉണ്ടായതിനാൽ ഈ ലക്ഷ്യം വിജയം കണ്ടില്ല. ഇന്ത്യയിലെ ഫ്രഞ്ച് കേന്ദ്രമായ പോണ്ടിച്ചേരിയിൽ എത്തിയ പിംഗോ 2 കപ്പലുകളും സൈനികരുമായി 1788-ൽ വിയറ്റ്നാമിലെത്തി. 1799-ൽ പിംഗോ മരിക്കുമ്പോൾ ഫ്രഞ്ച് സഹായത്തോടെ എൻഗുയൻ അഞ്ഞ് ഏകീകൃത വിയറ്റ്നാം എന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നിരുന്നു. 1802-ൽ ഹാനോയ് കീഴടക്കി എൻഗുയൻ അഞ്ഞ് ഗിയാലോങ് എന്ന പേര് സ്വീകരിച്ച് ചക്രവർത്തിയായി. കത്തോലിക്ക മതപ്രചരണത്തിന് ഗിയാലോങ് അനുമതി നൽകിയെങ്കിലും കൺഫ്യൂഷ്യൻ മതക്കാരായ പിൻതലമുറക്കാർ ക്രിസ്തുമതത്തെയും ഫ്രഞ്ച് മതപ്രവാചകരെയും എതിർത്തു. മിങ്മാങ്, ദുർതുക് തുടങ്ങിയ ചക്രവർത്തിമാരുടെ കാലത്ത് ക്രിസ്തുമതം സ്വീകരിച്ചവരും വിദേശികളും കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. ഇത് യൂറോപ്യൻ കത്തോലിക്ക രാഷ്ട്രങ്ങളെ പ്രകോപിപ്പിച്ചു. നെപ്പോളിയൻ മൂന്നാമൻ ചക്രവർത്തിയുടെ ഉത്തരവ് പ്രകാരം 1858 ഓഗസ്റ്റിൽ ഫ്രഞ്ച് സൈന്യം വിയറ്റ്നാമിലെത്തി. നൂറ്റാണ്ടുകൾ നീണ്ട അധിനിവേശത്തിൻ്റെ തുടക്കമായിരുന്നു ഇത്. വിയറ്റ്നാമിൽ ആധിപത്യം നേടിയ ഫ്രാൻസ് വിയറ്റ്നാമിനെ 2ആയി വിഭജിച്ചു. ടോങ്കിൻ അഥവാ വടക്കൻ വിയറ്റ്നാമും അനാം അഥവാ തെക്കൻ വിയറ്റ്നാമും ഇതോടൊപ്പം ഖമർ റിപ്പബ്ലിക്കും അതായത് കംബോഡിയ ഇതും കൂട്ടിച്ചേർത്ത് അവർ 1887 ഒക്ടോബറിൽ ഫ്രഞ്ച് ഇൻഡോ ചൈന രൂപീകരിച്ചു. സമ്പത്തും സമൃദ്ധിയും വികസനവും പല തലങ്ങളിൽ നിൽക്കുന്ന ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അനുകരണീയമായ ഒരു മാതൃകയാണ് ഈ ലോ കോസ്റ്റ് കമ്മ്യൂണിസ്റ്റ് മോഡൽ. ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള മറ്റെല്ലാ രാജ്യങ്ങൾക്കും വിയറ്റ്നാമിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.